ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ കല എന്ന സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയത് എന്ന് സംശയം. മൃതദേഹം ഉണ്ടെന്ന് സംശയിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്ക് പോലീസ് തുറന്നു പരിശോധിക്കുകയാണ്. കസ്റ്റഡിയിലുള്ള ജിനു ഗോപിയെ പോലീസ് സ്ഥലത്തെത്തിച്ചു. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, ഏറെ മണിക്കൂറുകളായി ഈ ശ്രമം തുടരുകയാണ്. ഇങ്ങനെയൊരു മൊഴി വരുന്നു, ഇങ്ങനെയൊരു കത്ത് വരുന്നു, അതിനെ തുടർന്ന് ചില മൊഴികൾ വരുന്നു. പോലീസ് ഇപ്പോൾ തന്നെ കുറച്ച് ആളുകളെ അവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. എത്രത്തോളം സമയം നീണ്ടു നിൽക്കും ഈ പരിശോധന എന്നാണ് വിചാരിക്കുന്നത്? മധു, ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പോലീസ് മൃതദേഹം വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. ആദ്യമേ ആളുകളെ കൊണ്ട് മൺവെട്ടിയുമൊക്കെ ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയായിരുന്നു. പക്ഷേ അധികം താഴേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മണ്ണുമാന്തി യന്ത്രം എത്തിച്ചു. ഏകദേശം ഒരു 5 അടിയോളം താഴ്ത്തി ഇതിനുശേഷം ഒരു സേഫ്റ്റി ടാങ്കിൻ്റെ മുഖംമൂടി മാറ്റി, ഇതിനുശേഷം അതിനകത്തുണ്ടായിരുന്ന മാലിന്യങ്ങൾ വാഹനത്തിലേക്ക് മാറ്റി, ഇതിനുശേഷം തൊട്ടടുത്തുള്ള മറ്റൊരു സേഫ്റ്റി ടാങ്കിൻ്റെ കൂടി മൂടി മാറ്റിയിട്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണിയായിരിക്കുന്നു. ഏത് നിമിഷവും മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രവുമല്ല ഇരുട്ടിലേക്ക് സന്ധ്യയിലേക്ക് പോവുകയുമാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ കലയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്നുള്ളൊരു ഊർജ്ജസ്വലമായൊരു ശ്രമമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ആദ്യം മുതൽ തന്നെ പോലീസിൻ്റെ ഭാഗത്തൊരു വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 15 വർഷം മുൻപ് ഒരുപക്ഷെ ഉദാസീനത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു യുവതിയെ കാണാതാകുന്നു, ഒരു പരാതി കൊടുക്കുന്നു, അവരെവിടെയുണ്ടെന്ന് അന്വേഷിക്കാതെ തന്നെ ആ കേസ് ഒരു മാൻ മിസ്സിംഗ് കേസായിട്ട് അവസാനിപ്പിക്കുന്നു. പിന്നീട് 15 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ ഒരു നിർണായകമായൊരു വഴിത്തിരിവുണ്ടാകുന്നത്. അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കൊരു ഊമക്കത്ത് 2 മാസം മുമ്പ് ലഭിക്കുന്നു. അതായത് മാന്നാർ സ്വദേശിനിയായ കലയെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് കൊലപ്പെടുത്തി വീടിൻ്റെ സമീപത്തെ സെപ്റ്റി ടാങ്കിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ആ ഊമക്കത്തിലെ ഉള്ളടക്കം. സ്വാഭാവികമായിട്ട് തന്നെ അഡ്രസ്സ് ഇല്ലാത്ത കത്തായതുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് എറിയുകയല്ല പോലീസ് ചെയ്ത് അതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ കല ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് പോലീസ് ആദ്യം നടത്തിയത്. കാരണം ഈ സമൂഹ മാധ്യമങ്ങളുടെയൊക്കെ ഈ കാലത്ത് വാട്സാപ്പോ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കാത്ത വളരെ ചുരുക്കം ചില ആളുകൾ, നമ്മൾ ഇന്നലെ വാർത്ത ചെയ്ത ഒരു കള്ളന്മാരെ പോലെ അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഈ വാട്സാപ്പും ഫേസ്ബുക്കും മൊബൈൽ ഫോണും ഒന്നും ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ഉള്ളൊരു നമ്മളുടെ പഴയ സൗഹൃദ കൂട്ടായ്മയിലൊക്കെ നമ്മൾ അംഗമായിരിക്കാം. നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ പോലും നമ്മളുടെ നമ്പരൊക്കെ തേടി പിടിച്ച് അതിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കലയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കലയും എവിടെയാണെന്ന് ബന്ധുക്കൾക്കോ ഒപ്പം പഠിച്ച ആളുകൾക്കോ പഴയ സുഹൃത്തുക്കൾക്കോ ഒന്നും തന്നെ അറിയില്ല. എന്തായാലും ആ അന്വേഷണമാണ് കലയുടേതൊരു തിരോധാനം. അതായത് കല മരിച്ചോ അല്ലെങ്കിൽ കല ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് അന്വേഷിക്കുന്നത്. പിന്നീട് കലയെ കൊലപ്പെടുത്താൻ എന്താണ് സാധ്യത, എന്തായിരിക്കും കലയോട് ആർക്കൊക്കെയാണ് ശത്രുതയുള്ളത്, അങ്ങനെയാണ് കലയുടെ ഭർത്താവിലേക്ക് അന്വേഷണം എത്തുന്നത്. കാരണം അനിലും കലയും അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. അവരുടെ വീട് അടുത്തടുത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇരുവരുടെയും വീട്. പ്രേമ വിവാഹമായിരുന്നു. 2 ജാതിയിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കൊക്കെ ആദ്യഘട്ടത്തിൽ എതിർപ്പായിരുന്നു. പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്ന ആദ്യമൊക്കെ എതിർപ്പുണ്ടായെങ്കിലും പിന്നീട് കുട്ടി ഉണ്ടായതിനു ശേഷം അത്തരത്തിലുള്ളൊരു എതിർപ്പുണ്ടായില്ല. പിന്നീട് കലയ്ക്ക് എന്തോ ഒരു വ്യക്തിപരമായ മറ്റൊരാളോട് അടുപ്പം തോന്നുകയും അത് സംബന്ധിച്ച് കലയും അനിലും തമ്മിൽ ചില തർക്കങ്ങൾ പതിവായിരുന്നുവെന്നും അതിനെ തുടർന്നാണ് കല വീട് വിട്ടു പോയത്. അതായത് ആ ഇഷ്ടമുണ്ടായിരുന്ന ആളുകളോടുകൂടി കല ഇലങ്ങിപ്പോയി, അയാളോടൊപ്പം ജീവിക്കുന്നു എന്നാണ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ ഇതുവരെ കരുതിയിരുന്നത്. അങ്ങനെയാണ് അനിലും മറ്റു കുടുംബാംഗങ്ങളും നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഈ കലയുടെ ബന്ധുക്കൾ, കലയ്ക്ക് അച്ഛനും അമ്മയും ഒക്കെ ആ ഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. 2 സഹോദരങ്ങളുമുണ്ട്. പക്ഷേ അവരാരും ഈ കലയെ അന്വേഷിച്ച് പോയില്ല. കാരണം ഇഷ്ടപ്പെട്ട ആളുടെ കൂടി പോയി ജീവിതം തുടങ്ങുകയും പിന്നീട് അത് ഒരു ഘട്ടത്തിൽ പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കുകയും മറ്റൊരാളുടെ കൂടി പോവുകയും ചെയ്ത മകളെ അന്വേഷിച്ചു പോകുക എന്നുള്ളത് നാട്ടിൻപുറത്ത് താമസിക്കുന്ന അതിസാധാരണക്കാരായ മനുഷ്യർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അഭിമാനക്ഷതമുള്ള നാണക്കേടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കലയെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല. മകൻ അച്ഛനോടൊപ്പം വളരുകയും ചെയ്തു. പിന്നീട് 2 സാധ്യതകളാണ് പോലീസ് പറയുന്നത്. ഒന്ന്, ഈ കേസിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകൾ മദ്യപിച്ചതിന് ശേഷം അല്ലെങ്കിൽ മദ്യപിക്കുന്ന അവസരത്തിൽ ചില സുഹൃത്തുക്കളോടൊക്കെ ഒരു ബെഡായി പറയുന്നത് പോലെ പൊങ്ങച്ചം പറയുന്ന രീതിയിൽ ഈ കലയുടെ കാര്യം പറയുകയും അങ്ങനെ പറഞ്ഞ ആരോ ഒരാൾ, ഒരു പക്ഷേ ഇവരോട് പിണങ്ങിപ്പോയ ആളുകളാകാം, അല്ലെങ്കിൽ ഇവരോട് ഏതെങ്കിലും രീതിയിൽ ശത്രുതയുള്ള ആളുകളാകാം, അങ്ങനെ അവരായിരിക്കാം വിവരം അറിയിച്ചത്. രണ്ടാമതൊരു സാധ്യത കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആരോ ഒരാൾ സ്വന്തം ഭാര്യയെ ഈ കാര്യം, കലയുടെ കാര്യം പറഞ്ഞത്, കലയ്ക്കുണ്ടായ അനുഭവം നിനക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞ് കലയ്ക്കുണ്ടായ
ഉണ്ടായ കാര്യങ്ങൾ ഭാര്യയോട് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുകയും അങ്ങനെ അവരായിരിക്കാം ഒരു പക്ഷേ ഈ വിവരം ഇത്തരത്തിൽ ഊമക്കത്തെഴുതി. പല സാധ്യതകളാണ്. കാരണം ഇതുവരെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായൊരു വിവരം പോലീസ് പറയുന്നില്ല. കാരണം 15 വർഷം മുൻപ് കാണാതായൊരു യുവതിയെ കൊല്ലപ്പെടുത്തി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി ഏകദേശം ആ മൊഴിക്ക് അല്ലെങ്കിൽ ആ വിവരത്തിന് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിൽ മൃതദേഹം വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കല മരിച്ചെന്ന് ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകൾ നൽകിയ മൊഴി പ്രകാരം ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് കലയുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ, അസ്ഥികൂടമോ അല്ലെങ്കിൽ നഖമോ മുടിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ DNA പരിശോധനയിലൂടെ കലയുടേതാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കലയുടേത് കൊലപാതകമാണ് അല്ലെങ്കിൽ കല ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിയമപരമായി പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ചില കാര്യങ്ങൾ, ഒരു സാഹചര്യ തെളിവുകൾക്കൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട്. കാരണം അനിലും കലയും താമസിച്ചിരുന്ന ഒരു പഴയ വീടായിരുന്നു. അത് പൊളിച്ച് ഒരു 4-5 വർഷം മുൻപ് അനിൽ പുതിയൊരു വീട് വെച്ച് അത്യാവശ്യം നല്ല ഒരു 10,000 മോൾ സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു കെട്ടിടമാണ്. അതിനോട് ചേർന്ന് അതിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഒരു പഴയ കുളിമുറിയും കക്കൂസും നിലനിർത്തിയിട്ടുമുണ്ട്. പല ആളുകളും ചോദിച്ചു, ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ട് എന്തിനാണ് ഈ പഴയ കക്കൂസും കുളിമുറിയും നിലനിർത്തുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം അത് പൊളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അനിൽ നൽകിയ മറുപടി. അതുകൊണ്ട് തന്നെ അതവിടെ നിലനിൽക്കുകയും ചെയ്തു. ഒരു പക്ഷേ അനിൽ ആ കക്കൂസും കുളിമുറിയും പൊളിച്ച് കളയാതിരിക്കുന്നതിനുള്ള ഒരു കാരണം ഈ മൃതദേഹം അതിനകത്ത് കിടന്നതായിരിക്കാം. കാരണം ഈ കക്കൂസും കുളിമുറിയും പൊളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ അതിൻ്റെ സേഫ്റ്റി ടാങ്ക് അവിടെ നിന്ന് ഇളക്കി മാറ്റേണ്ടത്. പ്രത്യേകിച്ച് ഹിന്ദു ആചാരപ്രകാരമൊക്കെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസപ്രകാരം ഈ വീടിൻ്റെ കിഴക്ക് വശത്തൊക്കെ അത്തരത്തിൽ വീടിനോട് ചേർന്ന് വീടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗത്തൊക്കെ കക്കൂസും കുളിമുറിയും അത്തരത്തിൽ സേഫ്റ്റി ടാങ്ക് ഒന്നും പാടില്ല എന്നുള്ളത് വാസ്തുശാസ്ത്രപരമായി ഹിന്ദു വിശ്വാസപ്രകാരം അതൊക്കെ അത്ര ശരിയായ കാര്യമല്ല. സ്വാഭാവികമായിട്ട് തന്നെ ആളുകളൊക്കെ പറയാം കുളിമുറിയും കക്കൂസും പൊളിച്ച് കളയുന്നു. അപ്പം കുളിമുറിയും കക്കൂസും പൊളിച്ച് കളയുന്ന സ്വാഭാവികമായിട്ട് തന്നെ അടുത്ത ആവശ്യം ഈ സേഫ്റ്റി ടാങ്ക് പൊളിച്ച് കളയുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരു പക്ഷേ സേഫ്റ്റി ടാങ്ക് പൊളിച്ച് കളയുമ്പോൾ ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ പിടിക്കപ്പെടുമെന്നുള്ളൊരു സംശയം അനിലിനുണ്ടായിരിക്കാം. അതിനുള്ളൊരു സാഹചര്യത്തിലുമൊക്കെ പോലീസ് കാണുന്നുണ്ട്. എന്തായാലും ആ കക്കൂസും കുളിമുറിയും ഇതുവരെ പൊളിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ആ ഒരു സാഹചര്യം, അതായത് ഈ യുവതിയെ കൊല്ലപ്പെടുത്താൻ ഉള്ള ഒരു അനുകൂലമായൊരു സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനിലും കലയും തമ്മിൽ കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില വ്യക്തിപരമായ അടുപ്പങ്ങളുടെ പേരിലായിരുന്നു ആ തർക്കം നിലനിൽക്കെ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളോടൊപ്പം കല കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പോയി ആഹാരമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോട് മടങ്ങി വരുന്ന വഴിയിൽ വാഹനത്തിൽ വെച്ച് ഷാൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി വീടിനോട് ചേർന്ന സേഫ്റ്റി ടാങ്കിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു എന്നുള്ളതാണ് മൊഴി. ഇത് ഔദ്യോഗികമായുള്ള മൊഴിയല്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സംബന്ധിച്ചുള്ളൊരു കൃത്യമായ വിവരങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല. കാരണം അവർക്ക് അതിന് അടിസ്ഥാനമുണ്ട്. കാരണം ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി ഒരു യുവതിയെ മിസ്സിംഗ് ആയിട്ടുണ്ട്. ആ മിസ്സിംഗ് ആയ യുവതി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സാഹചര്യ തെളിവുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീടിൻ്റെ അടുത്ത് അനിലിൻ്റെ വീടിനോട് ചേർന്ന് ഉള്ള സേഫ്റ്റി ടാങ്ക് പൊളിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂറിലധികം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 15 വർഷമായ ഒരു കൊലപാതകമാണ്. സ്വാഭാവികമായിട്ട് തന്നെ മൃതദേഹം അളിഞ്ഞ് ദ്രവിച്ചു പോയിട്ടുണ്ടാകും. ബാക്കി അവശേഷിക്കുക അസ്ഥികൂടമോ മുടിയോ നഖമോ മറ്റുമൊക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് തന്നെ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നതായതുകൊണ്ട് മറ്റു ചിലരുടെയും ഒക്കെ ഈ ശരീരാവശിഷ്ടങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നഖവും മുടിയും പോലുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ കലയുടേതെന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായ സൂക്ഷ്മമായ പരിശോധന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥരെ അടക്കം എത്തിച്ചുകൊണ്ടാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ സേഫ്റ്റി ടാങ്കിൽ നിന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമം അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഘു, ഇതിപ്പോ ഒരു ഊമക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ എല്ലാ സംഭവ വികാസങ്ങളുടെയും തുടക്കമെങ്കിലും പോലീസ് ഇത്രയും ഒരു പരിശോധനയിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പ് സ്വാഭാവികമായും ചില കാര്യങ്ങളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടാകുമല്ലോ. ഈ 5 പേർ കസ്റ്റഡിയിലുള്ള ബന്ധുക്കളടക്കം ഉള്ളവരിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ടാകണം അല്ലേ? ഈ ആളുകളുടെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ കസ്റ്റഡിയിൽ മാത്രമാണ്. ഇവരെന്താണ് മൊഴി നൽകിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നില്ല. കാരണം ഇവർക്ക് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇത്തരത്തിൽ കാണാതായ യുവതി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. കാരണം വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട കേസാണ്. 15 വർഷം മുമ്പ് ഒരു യുവതിയെ കാണാതാകുന്നു. അവരുടെ സുഹൃത്തിനോടൊപ്പം എവിടെയോ
നിന്ന് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വിചാരിക്കുന്നു. അതിനിടയിലാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ അവർ പോലീസ് സ്വാഭാവികമായിട്ട് തന്നെ ഇത്തരം വലിയൊരു സംഭവം നടക്കുമ്പോൾ അവർ രഹസ്യമാക്കി വെച്ചാലും സ്വാഭാവികമായിട്ട് തന്നെ അത് പരസ്യം അങ്ങനെ മാധ്യമങ്ങളൊക്കെ എത്തുന്നു. അങ്ങനെ മാധ്യമങ്ങളിലൂടെ വിവരം അറിഞ്ഞ് നാട്ടുകാരെത്തുന്നു, ബന്ധുക്കളെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ മണിക്കൂറുകളിലെല്ലാം ഈ കസ്റ്റഡിയിൽ ഉള്ളവരും ഈ അനിലും ഉൾപ്പെടെയുള്ള ആളുകൾ സംശയത്തിൻ്റെ നിഴലിലാണ്. അവർ വലിയ ആളുകളുടെയൊക്കെ ഒരു വെറുക്കപ്പെട്ട ആളുകളായി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മാറിയിട്ടുണ്ട്. അപ്പം വളരെ സൂക്ഷ്മമായി പോലീസിന് കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയാണ്. കാരണം പോലീസിൻ്റെ ഒരു സംശയമാണ് മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മൃതദേഹം കിട്ടിയിട്ടില്ലെങ്കിൽ പോലീസ് ഇത്രയും നാളും ചെയ്ത കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ മാധ്യമങ്ങളടക്കം പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നൊരു ഘട്ടമുണ്ടാകും. അതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇത് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗികമായൊരു വിശദീകരണമോ സ്ഥിരീകരണമോ നൽകാത്തത്. എന്തായാലും കലയുടെ തിരോധാനത്തിൽ ഇങ്ങനെ ചില സംശയങ്ങളുമുണ്ട്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സാഹചര്യ തെളിവുകൾ കൊലപാതകത്തിലേക്കുള്ള വിരൽ ചൂണ്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം വീണ്ടെടുക്കാനുള്ള ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിയോടുകൂടി ജോലികൾ ആരംഭിച്ചു. ആദ്യം ഒരു 4 അടിയോളം താഴ്ച ഒരു സേഫ്റ്റി ടാങ്കിൻ്റെ മുഖം മൂടി മാറ്റി പരിശോധന നടത്തി. ചെറിയ രീതിയിലാണ് പരിശോധന നടത്തിയത്. ഇതിനുശേഷം തൊട്ടപ്പുറത്തുള്ള സേഫ്റ്റി ടാങ്കിൻ്റെ മുഖം മൂടിയും മാറ്റിക്കൊണ്ടുള്ള പരിശോധനകളാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ട് തന്നെ മനുഷ്യൻ്റെ വിസർജ്യമാണ്. അതിനകത്ത് പരിശോധന നടത്തുക എന്നുള്ളത് എത്രത്തോളം ഒരു മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ 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 മോശം ദുർഗന്ധമുള്ള അവസ്ഥയാണ് ഈ അന്തരീക്ഷത്തിലുള്ളത്. എന്നിരുന്നാലും ഈ തെളിവുകളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മാലിന്യങ്ങൾ വാഹനത്തിലേക്ക് നീക്കം ചെയ്യുമ്പോൾ പോലും ഒരു സൂക്ഷ്മത വേണ്ട ഘടകമുണ്ട്. കാരണം 15 വർഷം കഴിഞ്ഞ് ജീർണിച്ച മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഒരുപക്ഷെ ഈ വിസർജ്യത്തിനൊപ്പവും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ളൊരു വീണ്ടെടുപ്പിനാണ് പോലീസ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രഘു, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും ഈ വാർത്ത തത്സമയം നൽകുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ നൽകുകയാണ്. കാരണം ഒരു ജീവനാണ് അത് 10-15 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, അതുമായി ബന്ധപ്പെട്ട സത്യം പുറത്തറിയാതെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് എന്നതൊരു സമൂഹ ജാഗ്രതയുടെ ഭാഗമാണ്. നാട്ടുകാരെന്താണ് പറയുന്നത്? അവനവൻ്റെ നാട്ടിൽ അവനവൻ്റെ ചുറ്റുപാടിൽ ഇങ്ങനെയൊരു കൊലപാതകം നടന്നിട്ടുണ്ടാകാമെന്ന തിരിച്ചറിവിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അവർക്കൊരു രീതിയിലും ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാട്ടിൻപുറമാണ് കലയെന്നുള്ള ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളുമായി പ്രണയിച്ച് വിവാഹിതയാവുന്നു. സ്വാഭാവികമായിട്ട് തന്നെ അവൾ എന്തോളം ബുദ്ധിമുട്ടുകൾ ആ വീട്ടിലൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം അവൾ മറ്റൊരാളോടുകൂടി ഒളിച്ചോടി പോകുന്നു. ഈ നറേഷനാണ്, ഈ കഥയാണ് സമൂഹത്തിൽ ഉള്ളത്.